അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അൽകുനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അറബിക് ഗ്രാമറിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അറബിക് ഗ്രാമറിൻ്റെ ആമുഖ ഭാഗം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അറബിക് മത്സര പരീക്ഷകളിൽ ഈ അടുത്തായി നെറ്റ്, PSC, കേട്ടറ്റ് തുടങ്ങിയ എക്സാമുകളെല്ലാം ധാരാളം അറബിക് നഹ്വ് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശാലമായി തന്നെ പഠിക്കൽ അനിവാര്യമാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് കെലിമത്തിനെ കുറിച്ചാണ്. കെലിമത്ത് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് നോക്കാം. അൽ കെലിമത്തു ഫിൽ ലഗത്തി യുറാദു ബിഹൽ കലാമു. കെലിമത്ത് എന്നതുകൊണ്ട് ഭാഷയിൽ ഉദ്ദേശിക്കുന്നത് കലാമാണ്. കലാം എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥം ലഭിക്കുന്ന സെൻറ്റൻസ്. ഭാഷയിൽ കെലിമത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതിന് ഏതാനും തെളിവുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത് അള്ളാഹുവിൻ്റെ കൗല് തന്നെ. ഖൗലുഹു തആല കല്ല ഇന്നഹ കെലിമത്തുൻ ഹുവ ഖായിലുഹ. ഒരിക്കലുമല്ല, അതവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് മാത്രമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കെലിമത്ത് എന്ന് പ്രയോഗിച്ചത് മറ്റൊരു ആയത്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അതാണ് ശേഷം പറയുന്നത് ഇശാറത്തൻ ഇലാ ഖൗലിൽ ഖായിലി റബ്ബി റുജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. ഓരോ മനുഷ്യനും അവന് മരണമെത്തുന്ന സമയത്ത് അവൻ പറയുമെത്രേ, റബ്ബി റുജിഊൻ, എൻ്റെ രക്ഷിതാവ് എന്നെ മടക്കണേ, എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും മടക്കി ഞാൻ ഉപേക്ഷിച്ച കാര്യങ്ങളെല്ലാം അതിലെല്ലാം നല്ല കാര്യങ്ങളും ചെയ്യാം എന്നവൻ പറയും. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് കെലിമത്ത് എന്ന് അതിൻ്റെ ശേഷമുള്ള ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ ശരിക്ക് കലാമാണ്. ആ കലാമിനെക്കുറിച്ചാണ് കെലിമത്ത് എന്ന് പ്രയോഗിച്ചത്. ഭാഷയിൽ കെലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കലാമ തന്നെയാണ്. മറ്റൊരു ഹദീസ് നോക്കാം. വൽ കെലിമത്തു ത്വയ്യിബത്തു സ്വദഖ. നല്ല വാക്ക് അത് സ്വദഖയാകുന്നു. അതുപോലെ അസ്ദഖു കലിമത്തിൻ ഖാലഹ ഷാഇറു കലിമത്തു ലബീദ്. ഒരു കവി പറഞ്ഞ അല്ലാഹു തആല അല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളും അത് ബാത്തിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം കെലിമത്ത് എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അതുപോലെ നാലാമത്തത് എൻ്റെ ഒരു വാക്ക് അൽഖൽ ഖതീബു കെലിമത്തൻ മുഅസ്സിറ. മനസ്സിന് കൊള്ളുന്ന രൂപത്തിൽ ഖതീബ് പ്രസംഗം നിർവഹിച്ചു എന്ന് പറയുമ്പോഴും അവിടെയും കെലിമത്ത് കൊണ്ട് കലാമാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ശേഷം പറയുന്നത് ഫലഫ്ലു കെലിമത്തിൻ. കെലിമത്ത് എന്നുള്ളത് ലഫ്ല് ഫീ കുല്ലി മാ സബഖ യുറാദു ബിഹിൽ കലാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കലാമാണ്. വഹാദാ ഹുവൽ മഅനൽ ലുഗവിയ്യു ലിൽ കെലിമത്ത്. ഇതാണ് കെലിമത്തിൻ്റെ ഭാഷാർത്ഥം. അപ്പോൾ ഭാഷയിൽ കെലിമത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കലാമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമതായി അൽ കെലിമത്തു ഫിൽ ഇസ്തിലാഹി. നമ്മുടെ സാങ്കേതിക അർത്ഥത്തിൽ കെലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൗലുൻ മുഫ്രദുൻ. അതൊരു മുഫ്രദായ ഖൗലാണ്. എന്താ ഖൗല് കൊണ്ട് ഉദ്ദേശിക്കുന്ന ശേഷം പറയുന്നു അൽ ഖൗലു ഉവൽ ലഫ്ളു ദാല്ലു അലാ മഅനൻ. ഒരു മഅനയുടെ മേൽ അറിയിക്കുന്ന പദമാണ് ഖൗല്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഹുവ മാ ലാ യദുല്ലു ജുസ്ഉഹു അലാ ജുസ്ഇ മഅനാഹു. അതിൻ്റെ മഅനയുടെ ജുസ്, അതായത് അതിൻ്റെ അർത്ഥത്തിൻ്റെ ഭാഗം അതിൻ്റെ ലഫ്ളിൻ്റെ ഭാഗത്തിൻ്റെ മേൽ അറിയിക്കാത്തതാണ് മുഫ്രദ്. നമുക്ക് ഉദാഹരണം പറയുമ്പോൾ ഒന്നും കൂടി ശരിക്കും വ്യക്തമായി കിട്ടും. നമുക്ക് നോക്കാം. കെലിമത്തിൻ്റെ ഉദാഹരണങ്ങൾ നോക്ക്. ഹംസിലത്തുൽ കെലിമത്ത്. കെലിമത്തിൻ്റെ ഉദാഹരണങ്ങൾ മുഹമ്മദ്, ഫാത്തിമ, കലമുൻ, കിതാബ്, ബൈത്ത്. ഇതൊക്കെ കെലിമത്തിനുള്ള ഉദാഹരണമാണ്. ഇതൊക്കെ മുഫ്രദായ ഖൗലുകളാണ്. ഇവിടെ നോക്കിയ ശേഷം അതിൻ്റെ വിശദീകരണം നമുക്ക് കാണാം. ഫ കിതാബുൻ വനഹവു. കിതാബും അതുപോലത്തും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കെലിമത്തുൻ, അത് കെലിമത്താണ്. ലി അന്നഹു ലഫ്ലുൻ ദാല്ലുൻ അലാ മഅന. അതൊക്കെ ഓരോ പ്രത്യേക മഅനയുടെ മേൽ അറിയിക്കുന്ന പദങ്ങളാണ്. വലൈസ കുല്ലു ഹർഫിൻ മിൻഹു. അതിൽപ്പെട്ട എല്ലാ ഹർഫുകളുമെല്ലാം ദാല്ലൻ അലാ ജുസ്ഇ മിൻ മഅനാഹു. അതിൻ്റെ അർത്ഥത്തിൻ്റെ ജുസ്ഇൻ്റെ മേൽ അറിയിക്കുന്നതല്ല. ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയാം. മുഹമ്മദ് എന്നുള്ളതിൻ്റെ ലഫ്ള്, ആ പദത്തിൻ്റെ ജുസ് ആണ് മീമ് ഹാവ് മീമ് ദാൽ എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു വ്യക്തിയുടെ പേര് മുഹമ്മദ് ആകുമ്പോൾ ആ വ്യക്തിയുടെ ജുസുകളാണ് അദ്ദേഹത്തിൻ്റെ കൈ, അതുപോലെ തന്നെ കാല് തുടങ്ങിയാണ്. അപ്പോൾ ഈ ഓരോരോ അക്ഷരങ്ങൾ അദ്ദേഹത്തിൻ്റെ
ഓരോ അവയവങ്ങളുടെ മേലോ ശരീരത്തിൻ്റെ ഭാഗങ്ങളുടെ മേലൊന്നും അറിയിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് കെലിമത്ത് എന്ന് പറയാൻ പറ്റും. ഇനി അമ്മാനഹു കിതാബു സെയ്ദിൻ, കിതാബു സെയ്ദിൻ എന്ന് പറയുമ്പോൾ സെയ്ദിൻ്റെ കിതാബ്, സെയ്ദിൻ്റെ ബുക്ക് എന്ന് പറയുമ്പോൾ ഫലൈസ ബി കെലിമത്തിൻ, അതൊരിക്കലും കെലിമത്തല്ല. കാരണം എന്താ? അന്നഹു മുറക്കബ മിൻ ജുസ്ഐനി, അത് 2 ജുസ്ഇനാൽ മുറക്കബായതാണ്. ഏതൊക്കെ 2 ജുസ്? കിതാബ് എന്നുള്ളത് സെയ്ദ് രണ്ടുണ്ട്. ആ 2 കിതാബും സെയ്ദ് എന്നുള്ളത് രണ്ടും കുല്ലും മിൻഹുമ യദുല്ലു അല ജുസ്ഇൽ മാന അല്ലദി ദല്ല അലൈഹിൽ മുറക്കബ്, ആ മുറക്കബ് അറിയിക്കുന്ന മാനയുടെ ജുസ്ഇൻ്റെ മേലിൽ അത് ഓരോന്നും അറിയിക്കുന്നുണ്ട്. കിതാബ് സെയ്ദിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ജുസ് ഏതാണ്? ഒന്ന് കിതാബും ഒന്ന് സെയ്ദുമാണ്. ആ കിതാബിൻ്റെ മേലിലും സെയ്ദിൻ്റെ മേലിലും അറിയിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കെലിമത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കെലിമത്ത് ഭാഷയിൽ പൊതുവെ കെലിമത്തിനെ കുറിച്ച് കലാമ് എന്നാണ്, കലാമിനെയാണ് കെലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് ഇസ്തിലാഹിൽ നമുക്ക് ഏകപദം മുഫ്രദായ ഖൗലാണ് കെലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കുക.